സാന്നിധ്യം ഞങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത്, ഞങ്ങളായിരിക്കുന്ന കാറിനകത്ത്, എവിടെയാണോ ഞങ്ങൾ ഇപ്പോൾ ആരാധിക്കുമ്പോൾ ഞങ്ങളെ മൂടി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു നല്ല അന്തരീക്ഷത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, വി ബ്ലെസ് യു. ഓ റബസന്തനെ, എല്ലാം മറന്ന് അങ്ങിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങിലേക്ക് തിരിയുന്നു. താങ്ക് യു ജീസസ്. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, വാ ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ, വാ ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, വാ ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ, വാ. നമ്മളെല്ലാവരും യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തവരാണ്. ഈ ആരാധനയിലും അല്പം കൂടെ ഹൃദയത്തെ തുറന്ന്, ആർക്കും അറിയാൻ കഴിയാതെ മറഞ്ഞു കിടക്കുന്ന, ആരോടും പറയാൻ കഴിയാതെ ഹൃദയത്തിന്റെ ആഴങ്ങൾ, ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ, അതിലേക്കും പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത്. Father, we bless you, Lord. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ടെന്ന്, ഓഹോ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. നിങ്ങളുടെ മുറിക്കകത്ത് യേശു വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ യേശു നമ്മുടെ അരികിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ റിയലൈസ് ചെയ്യുന്നുണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ? ഒന്ന് പാടി, കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ അരികിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ. ഒത്തിരി കഷ്ടങ്ങളും ഒത്തിരി നഷ്ടങ്ങളും കണ്ട നാളുകളാണിത്. എന്നാൽ അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ, ഓ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നപ്പാ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നോ യേശു മാത്രം, എൻ കണ്ണുനീർ കടന്നു പോകാത്തോ അവൻ മാത്രമേ ഉള്ളൂ. യേശു മാത്രം എന്റെ കരച്ചിലിന്റെ, എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം, എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു. നിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ട് നിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. സഹോദരങ്ങളെ, ആരുമില്ലാതെ മുറിക്കകത്ത് കരയുന്നവർ ഈ ലൈവ് കാണുന്നുണ്ട്. ഒന്ന് മരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന 3-ലധികം വ്യക്തികൾ ഈ ലൈവ് കാണുന്നുണ്ട്. ഈ ലൈവ് നിങ്ങളുടെ അരികിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ലൈവ് കഴിഞ്ഞാണ് നിങ്ങൾ കാണുന്നത്, ആരാധിക്കുക, മനസ്സ് തുറന്ന് പറയുക, എന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരുവനുണ്ട്, എന്റെ കണ്ണുനീർ കടന്നു പോകാത്ത ഒരുവനുണ്ട്. അവനാണ് എന്റെ യേശു, എന്റെ രക്ഷകനെ, എന്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ
എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. There is no one like you, Lord. നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങളോട് കൂടെ ഇരിക്കുന്ന യേശു, അവനെ പോലെ ആരും. ഡിക്ലെയർ ചെയ്യുക, എല്ലാ നാമത്തെക്കാളും മേലായ നാമം, എല്ലാ മുട്ടും മടങ്ങുന്ന നാമം, നിങ്ങളുടെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഏത് നാമമാകട്ടെ, എല്ലാ നാമത്തിനും അതിൻ്റെതായ സ്വഭാവമുണ്ട്. നാം പറയാറുണ്ട്, മൈക്ക് എന്ന ഈ പേരിന് ഇതിന്റെ ശബ്ദത്തെ വഹിച്ചു കൊണ്ടുപോകാൻ ഒരു സ്വഭാവമുണ്ട്. പേന എന്ന് പറയുന്ന ആ പേരിന് എഴുതാൻ കഴിയുന്നൊരു സ്വഭാവമുണ്ട്. എന്ത് പേരുണ്ടോ അതിനൊരു സ്വഭാവമുണ്ട്. ഏത് സ്വഭാവമുള്ള പേരിനേക്കാളും ഏത് നാമത്തെക്കാളും അതിനെ കീഴടക്കാൻ ശക്തിയുള്ള ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെതാണ്. ഹൃദയം തുറന്ന ആ കരം ഉയർത്താൻ കഴിയുന്നവരല്ല നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട്, വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരും ഇല്ല. അങ്ങെപ്പോലെ ആരുമില്ല. എത്ര പേര് ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നുണ്ട്, എന്റെ യേശുവിനെ പോലെ ആരുമില്ല. ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിച്ച, സ്വന്തം ജീവനെ കാൽവറിയിൽ നൽകി ഞങ്ങളെ സ്നേഹിച്ച എന്റെ യേശുവിനെ പോലെ ആരുമില്ല. There is no one like you, Lord. ആരാധന എന്ന് പറയുന്നത് പാട്ട് പാടുന്നതോ കൈയടിക്കുന്നതോ മാത്രമല്ല. ആരാധന എന്ന് പറയുന്നത് യോഗ്യനായ ഒരുവന്റെ യോഗ്യതയെ പ്രസ്താവിക്കുന്നത് ആരാധനയാണ്. യേശുവിനെ നോക്കി പറയാമോ, അപ്പാ എൻ്റെ ജീവിതത്തിൽ അങ്ങെപ്പോലെ ആരുമില്ല, ഈ ഭൂമിയിൽ അങ്ങെപ്പോലെ ആരുമില്ല. ദൂതന്മാരുടെ ആരാധന, പുരുഷന്മാർ, മൂപ്പന്മാർ എല്ലാവരും അങ്ങേ ആരാധിക്കുമ്പോൾ ആ ആരാധനയെ വെടിഞ്ഞ് മക്കളാകുന്ന ഞങ്ങളുടെ സ്തുതിയെ, ആരാധനയെ സ്വീകരിക്കുന്ന നല്ല കർത്താവേ, ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു. Father, we praise you, Lord. നമ്മുടെ കർത്താവ് മരണത്തിന്റെ പാശത്തെ പൊട്ടിച്ചവനാണ്, പാതാളത്തെ ജയിച്ചവനാണ് നമ്മുടെ യേശു. എല്ലാത്തിന്റെയും അവസാനം എന്ന് നാം പറയുന്നത് മരണമാണ്. മരണത്തിനപ്പുറം നിത്യജീവൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നാം ഭൂമിയിലായിരിക്കുമ്പോൾ
നാം എന്ത് കാര്യം ചെയ്താലും എല്ലാത്തിൻ്റെയും അവസാനം നാം പറയുന്നത് മരണം എന്നാണ്. പക്ഷേ ഞാനിങ്ങനെ പറയാറുണ്ട്, 18 അടവുകൾ ഉണ്ടെങ്കിൽ 18ാമത്തെ അടവാണ് മരണം. എപ്പോഴും ഒരു കളരി പയറ്റ് ചെയ്യുന്ന വ്യക്തി 18 അടവുകൾ 18ാമത്തെ അടവ് എടുക്കുന്നത് എപ്പോഴും അവസാനമാണ്. ഇനി ജയമില്ല, ഇനി അവന്റെ കയ്യിൽ നിന്നും പോയി എന്ന് കരുതുമ്പോഴാണ് 18ാമത്തെ അടവ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അവസാനത്തെ ആയുധമായ മരണത്തെയും തോൽപ്പിച്ചവനാണ് എൻ്റെ യേശു. ആമേൻ. അവസാനത്തെ ആയുധമായ മരണത്തെയും തോൽപ്പിച്ച, മരണം കൊണ്ട് മരണത്തെ തോൽപ്പിച്ച ഒരേ ഒരു വ്യക്തി നമ്മുടെ യേശുവാണ്. നമ്മൾ കരമടിച്ച് പാടാൻ പോവാണ്. മരണത്തിന്റെ ഭാഷത്തെ അഴിച്ചവൻ, പാതാള ഗോപുരത്തെ തകർത്തവൻ, അങ്ങേ പോലെ ആരുമില്ല. ഒരുമിച്ച് ചേർന്ന് കരമടിച്ച് പാടാം. ഹല്ലേലൂയ. ശകലം തോരീനം തേരേ. എല്ലാരും ചേർന്ന് പാടണം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കരമെല്ലാം അടിച്ച് ശബ്ദമെല്ലാം ഉയർത്തി നന്നായി. ഓ മരണത്തിൻ പാശങ്ങൾ അഴിച്ച് പാതാള ഗോപുരം തകർത്ത്, മരണത്തിൻ പാശങ്ങൾ അഴിച്ച് പാതാള ഗോപുരം തകർത്ത്, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവൻ മരണത്തിന്റെ പാശത്തെ, മരണത്തിൻ പാശങ്ങൾ അഴിച്ച് പാതാള ഗോപുരം തകർത്ത്, മരണത്തിൻ പാശങ്ങൾ അഴിച്ച് പാതാള ഗോപുരം തകർത്ത്, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവന അങ്ങേ പോലെ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവൻ യേശുവെ പോലെ, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. ഓഹോ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരും. ഉറപ്പോടെ ഒന്ന് പ്രഖ്യാപിക്കാമോ? ഓ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. ഓഹോ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായി. ചേർന്ന് യേശുവെ പോൽ, യേശുവെ പോലാരുമില്ല. ഓ രാശമനാഥേ, എന്റെ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. ഓഹോ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ഓ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും. ആ യേശുവിന് തുല്യനായ ആരുമില്ലെങ്കിൽ അവനെ ആരാധിക്കുമ്പോൾ, ആരാധിച്ചാർത്തിടുമ്പോൾ
വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. യെരിഹോ മതിലിടിയും, അത്ഭുതങ്ങൾ നടക്കും. യെരിഹോ മതിലിടിയും, യെരിഹോ മതിലിടിയും, അത്ഭുതങ്ങൾ. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. വിശ്വസിച്ചുകൊണ്ട് ഹേ, ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. യെരിഹോ മതിലിടിയും, അത്ഭുതങ്ങൾ നടക്കും. യെരിഹോ മതിലിടിയും, അത്ഭുതങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. മനസ്സു തകർന്നിടുമ്പോ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ഓഹോ വല്ലഭനാം യേശുവേ. രാം സുന്ധേനാഥോരവനന്ധേ ഓരാരിയം സന്ധനാരഥോമാനേ അരരം ശിഖനാഥനയന്തോരാശത്തെ. പുതിയ വാതിലുകൾ തുറക്കുകയാണ്. ആരാധനയുടെ നടുവിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ്. മനസ്സ് തകരുമ്പോൾ ശക്തിയാൽ നിറയ്ക്കുന്ന, മനസ്സ് തകരുമ്പോൾ ശക്തിയാൽ നിറയ്ക്കുന്ന ഓരാം ശാനന്ധേരേ ഹരാധിയം സോരാന്ധേരേ ലാനം സുന്ധേര മനസ്സോ. ക്ഷമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം. യേശുവിൻ കരുതലിനായി ക്ഷാമകാലത്തും നമ്മെ ക്ഷേമമായി, ഓഹോ ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം. യേശുവിൻ കരുതലിനായി കരമെല്ലാം ഉയർത്തി ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ഓ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഉറപ്പോടെ
ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ഓ വല്ലഭനാം റാംസമൻ തേരമാറ്റനേരാതോരോ ലഗനം ശിനിയം ധമാനം തേരേ ലഗനം ശിന്താനം തേരേ. ആത്മാവിൽ പാടുന്നവരുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ആത്മാവിൽ പാടി. അന്യഭാഷ ലഭിക്കാത്തവർ യേശുവേ എന്ന് വിളിച്ച്, ഈ അന്തരീക്ഷത്തിൽ യേശുവേ എന്ന് വിളിച്ച് ഉറക്കെ വിളിച്ച് ആത്മാവിൽ പാടുന്നവൻ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെയാണ് പാടുന്നത്. ആത്മാവിൽ പാടുന്നവൻ ദൈവത്തിന്റെ മർമ്മങ്ങളെയാണ് പാടുന്നത്. ആത്മാവിൽ പാടുന്നവൻ ദൈവത്തിന്റെ രഹസ്യങ്ങളെയാണ് പാടുന്നത്. ബുദ്ധിക്ക് പരിധിയുണ്ട്, ചിന്തകൾക്ക് പരിധിയുണ്ട്, പക്ഷെ ആത്മാവിന് പരിധിയില്ല. ഈ ദിവസങ്ങളായി ഒത്തിരി തകർന്നവരുണ്ട്, ഒത്തിരി നഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോൾ ചിന്തിക്കാത്തത് പലതും സംഭവിച്ചു, നാം നനയ്ക്കാത്തത് പലതും സംഭവിച്ചു. അതിന്റെ അർത്ഥം ചിന്തിക്കാത്തത് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ രഹസ്യമുണ്ട്, ദൈവത്തിന് ഒരു മർമ്മമുണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടിയാണ് ചിന്തിക്കാത്തതെല്ലാം. ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്ക് നിങ്ങളോട് കൂടെ ഞാൻ പറയാം. ചെങ്കടൽ മുമ്പിൽ വന്നെങ്കിൽ അതിനെ പിളർക്കാൻ ശക്തിയുള്ള മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്നത് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കാൻ ശേഷിയുള്ള അഭിഷക്തന്മാർ ആ തലമുറയിൽ ഉണ്ടെന്നുള്ള സത്യമാണ്. ഈ അന്തരീക്ഷത്തെയും ഈ അനുഭവിക്കുന്ന കഷ്ടതയെയും ഈ അനുഭവിക്കുന്ന വേദനയെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് കുതിക്കുന്ന അഭിഷക്തന്മാർ ഉണ്ട്. അതാണ് സത്യം. ഈ തലമുറയിൽ അങ്ങനെയുള്ള അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. കർത്താവേ, ആ ഒരു ധൈര്യം, ആ ഒരു ബലം ക്രൈസ്റ്റ് സെന്റർ ഫാമിലിയിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ മേലേക്കും ആ ബലം പകരണമേ, ആ ശക്തിയെ പകരണമേ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ദൈവമഹത്വം ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തത്, കഴിഞ്ഞ തലമുറയിൽ പോലും അഭിഷക്തന്മാർ ആരും കണ്ടിട്ടില്ലാത്തത്, ചരിത്രങ്ങളിൽ കണ്ടിട്ടില്ലാത്തത്, വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ലാത്തത് ഞങ്ങളുടെ തലമുറയിൽ വെളിപ്പെടുത്താൻ പോകുന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. Father, we praise. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആരാധന എന്ന് പറയുന്നത് ദൈവിക ബന്ധത്തിന്റെ വെളിപ്പെടുത്തലാണ്. നാമം നമ്മുടെ ദൈവവും തമ്മിൽ എന്ത് ബന്ധമുണ്ടോ, നിങ്ങൾക്ക് അവൻ നല്ല അപ്പനാണെങ്കിൽ അപ്പാന്ന് വിളിച്ച്, സ്നേഹിതനാണെങ്കിൽ യേശുവേ എന്ന് വിളിച്ച്, ഹൃദയം കവരുന്ന പ്രേമകാന്തനാണെങ്കിൽ അങ്ങനെ വിളിച്ച് നമ്മുടെ ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാണ് ആരാധന. ഓ മഹൽ സ്നേഹം അല്ലേ നീ, നിത്യ സ്നേഹമല്ലേ നീ, അല്പം സ്നേഹം ചോദിച്ചപ്പോ നിൻ ജീവനല്ലേ നീ തന്നത്.
മഹൽ സ്നേഹമല്ലേ നീ, നിത്യ സ്നേഹമല്ലേ നീ. അല്പം സ്നേഹം ചോദിച്ചപ്പോ നിൻ ജീവനല്ലേ നീ തന്നത്. കരമെല്ലാം ഉയർത്തി ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്.